ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് വാഴ എന്ന സിനിമയാണ് കണ്ടത്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ സ്ക്രീനിൽ തന്നെ നോക്കി ഇങ്ങനെ കുറേ സമയം ഇരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സിനിമ തരുന്നൊരു ഇമ്പാക്റ്റ് എത്രത്തോളം വലുതാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അത് ഏത് മേഖലയിൽ തൊട്ടിട്ടാണെങ്കിലും അങ്ങനെയാണെങ്കിൽ ആ സിനിമ നിങ്ങളെ വല്ലാണ്ടങ്ങ് മനസ്സിലേക്ക് കയറിപ്പറ്റി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത് തന്നെയാണ് വാഴ എന്ന് പറയുന്ന ഈ ഒരു തമിഴ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം. കുറച്ച് സെക്കൻഡ്സൊക്കെ ഫുള്ള് ബ്ലാക്ക് സ്ക്രീനായി, ലൈറ്റ്സ് ഓൺ ആയി, പക്ഷെ ആ സ്ക്രീനിൽ തന്നെ ഇങ്ങനെ നോക്കിയിരുന്ന് എഴുന്നേൽക്കണോ വേണ്ടയോ എന്ന് തോന്നിപ്പോകുന്നൊരു ഘട്ടമായിരുന്നു. അത്രയ്ക്ക് ഫുൾ ഓൺ ഫുൾ ആ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിടം തൊട്ട് ആ കഥാപാത്രങ്ങൾക്കിടയിലൂടെ നമ്മളും ഒരു കാഴ്ചക്കാരായി, അല്ലെങ്കിൽ നമ്മളും ഒരു ക്യാരക്ടറായി അവിടെ എവിടേക്കോ ജീവിക്കുന്നുണ്ടായിരുന്നു. ആ സിനിമ തീരുമ്പോൾ നമുക്ക് ആ സ്ക്രീൻ വിട്ട് ഇറങ്ങി വരാൻ പറ്റില്ല. കാരണം നമ്മൾ അവിടെ എവിടെയൊക്കെയോ ലോക്ക്ഡാണ്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു റൈറ്റിംഗ്. ഈ സിനിമയിലെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ടോപ്പ് നോച്ച് ഐറ്റമാണ്. ഇതിനകത്ത് എനിക്ക് വേറെ ഒന്നും പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സിനിമകൾ കാണുമ്പോഴും നമുക്കൊരു ഐഡിയ ഉണ്ടാവും തലച്ചോറിനകത്ത്. നമ്മുടെ മൈൻഡിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ആ അത്രയും സംഭവങ്ങളെ എങ്ങനെയാണ് ഇത്ര ക്ലിയർ ആയിട്ട് ഒരു സിനിമയ്ക്ക് മുന്നേ അത് എഴുതി തുടങ്ങുമ്പോൾ തന്നെ അതിനകത്തുള്ള ഓരോ എലമെന്റ്സിനെയും ആവശ്യമുള്ളത് ഏത്, ആവശ്യമില്ലാത്തത് ഏതെന്ന് തരംതിരിക്കാൻ പറ്റുക. അങ്ങനെ തരംതിരിച്ച് അത്രയ്ക്കും ഒരു ഫ്രെയിമിൽ എന്ത് വേണം, ആ ഫ്രെയിമിലുള്ളതെല്ലാം പ്രാധാന്യമുള്ളതാണ്, ഒന്നിനെയും നിങ്ങൾ മിസ് ചെയ്യരുത് എന്ന് പറയുന്നത് പോലെയാണ് ഇതിനകത്തെ ഓരോ ഫ്രെയിമുകളും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റിന്റെ ഒരു എൻഡ് പൊസിഷൻ വരേക്കും നമ്മളെ, ഓഡിയൻസിനെ ഏതൊക്കെ തരത്തിൽ അവർക്ക് ആവശ്യമുണ്ടോ ആ തരത്തിലെല്ലാം അവർ കൊണ്ടുപോയിട്ടുണ്ട്. അത് മനോഹരമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ടച്ച് കൊണ്ടുപോയിട്ടാണെങ്കിലും, അതുപോലെ തന്നെ അതിനുള്ളിലേക്ക് നമ്മളെ കുളിരണിയിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മിസ് ചെയ്തു പോകുന്ന കുറേ കാര്യങ്ങളെ കണക്ട് ചെയ്യിപ്പിച്ചിട്ടാണെങ്കിലും, അതിലെ ദാരിദ്ര്യത്തെ കാണിച്ചിട്ടാണെങ്കിലും, അതിലെ സമ്പന്നതയെ കാണിച്ചിട്ടാണെങ്കിലും, പൊളിറ്റിക്സിനെ കാണിച്ചിട്ടാണെങ്കിലും, ഏത് തരത്തിലാണെങ്കിലും അതിനെ വളരെ വ്യക്തമായ, വളരെ നാച്ചുറലായി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് വൈസ് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ടോപ്പ് നോച്ച് ഐറ്റം തന്നെയാണ്. അതിനകത്ത് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം നമ്മളൊന്നും അല്ല അതിൻ്റെ മുമ്പിൽ. അത്രയും ഗംഭീരമായിട്ടുള്ള റൈറ്റിംഗ് ആണത്. ഇനി അതിനെ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് തേനീശ്വറാണ് സിനിമാറ്റോഗ്രഫി. ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ, ഇങ്ങനെ നമ്മളൊക്കെ പലപ്പോഴും പല വാഴത്തോട്ടങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ഭംഗിയുള്ള വാഴത്തോട്ടങ്ങൾ, ഇത്ര രൗദ്രതയുള്ള വാഴത്തോട്ടങ്ങൾ, ഇത്ര നിസ്സഹായതകൾ പേറുന്ന വാഴത്തോട്ടങ്ങൾ, ഇതൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്? അതിൻ്റെ ഒരു വാഴയില ജസ്റ്റ് ചുമ്മാ കാണിച്ചാൽ പോലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ബ്യൂട്ടി ഉണ്ട് എന്ന് നമുക്ക് ഈ സിനിമയിൽ കാണുമ്പോൾ മനസ്സിലാവും. എന്താണോ ഇങ്ങനെ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റിപ്പോവും. ഏറ്റവും ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡ്രോൺ വ്യൂ ഉണ്ട്, ഒരു ടോപ്പ് ആംഗിൾ ഉണ്ട്. അതിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ ഈ വാഴയിലകളെല്ലാം ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. പക്ഷെ ആ വാഴയിലകൾക്ക് പറയാനുള്ളൊരു കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് മൂടി ഇങ്ങനെ വെക്കുന്ന പോലെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും. അതിൻ്റെ ഒരു ഭംഗി ഒരു രക്ഷയില്ല കേട്ടോ. സോ സിനിമാറ്റോഗ്രാഫി അതിനേക്കാൾ ഉപരി ഒരു ഗംഭീര ഐറ്റമാണ്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സിനിമാറ്റോഗ്രാഫിയാണ്. വിഷ്വൽസ്, ഫ്രെയിംസ്, എവറിത്തിങ് അടിപൊളിയാണ്. ഇനി ഇതിലെ പെർഫോമൻസുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അമ്മോ, ഇതിനകത്ത് പെർഫോം ചെയ്തവരെ ആരെയും എനിക്കറിയില്ല. ഇതിനകത്ത് എല്ലാവരും ജീവിക്കുകയാണ്. അത്രയ്ക്ക് അടിപൊളി. അവരൊരു സിനിമ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അവരൊക്കെ അവരുടെ ദൈനംദിന ജീവിതത്തിന് ഇവരെവിടേക്കോ ക്യാമറ കൊണ്ടുവച്ച് ഷൂട്ട് ചെയ്തു പോലെയാണ്. എന്താണ് ആ കൊച്ചു പയ്യന്മാർ, 2 പിള്ളേരുണ്ട്. അതിൽ ഒരാളുടെ പേര് പൊൻവേൽ എന്നാണ്, പ്രധാന കഥാപാത്രം ശിവനേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്ന കുട്ടി. അവന്റെ കൂടെ ശേഖർ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്. ഇവർ രണ്ടുപേരുടെയും കോംബോ ഭയങ്കര രസമാണ്, ഭയങ്കര നൈസാണ്. ഒരു ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ, ഒരു നിഷ്കളങ്കത ഉണ്ടല്ലോ, അതൊക്കെ എത്ര നൈസായിട്ടാണ് അവർ പെർഫോം ചെയ്യുന്നത്. അവരുടെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും, അവർ പരസ്പരം സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മളെ ഏറെ ചിരിപ്പിക്കും. പക്ഷേ അതിനുള്ളിലൊക്കെ എവിടെയൊക്കെയോ ചില പെയിനുകൾ, അല്ലെങ്കിൽ ചില പെയിൻ നമുക്കിങ്ങനെ കൊണ്ടിട്ടുണ്ട് ചില ഇടങ്ങളിലൊക്കെ. പക്ഷെ ആ പെയിനപ്പുറം അവർ പരസ്പരം ഒന്ന് ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എവിടെയൊക്കെയോ നമ്മളുടെ ചൈൽഡ്ഹുഡ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെ നമ്മളതിനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകും. ഒരു സാധാരണക്കാരൻ്റെ ലൈഫ് സ്റ്റൈലിനെ ഫുള്ളായിട്ട് അതിൻ്റെ ഒരു എസൻസ് നഷ്ടപ്പെടുത്താത്ത രീതിയിൽ വളരെ നൈസായിട്ട് കൊണ്ടുവന്ന് വെക്കാനും, അവരുടെ പെർഫോമൻസുകളിലൂടെ അത് നമ്മളിലേക്ക് കണക്ട് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആരും മോശമല്ല. നിഖില വിമൽ നല്ലൊരു ക്യാരക്ടറാണ്, കൂടുതലൊന്നും ചെയ്യാനില്ല, പക്ഷെ അവര് ആ സിനിമയിലെ ഒരു വലിയൊരു എലമെന്റ് തന്നെയാണ്. ദിവ്യ ദുരൈസ്വാമി, കലയർസൻ, ഇവർക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു ഫ്രെയിമിൽ വന്നു പോകുന്ന ചുമ്മാ നിൽക്കുന്ന ഒരാൾക്കാണെങ്കിലും ഒരു
പ്രത്യേകതയുണ്ട്. അയാൾ ഒരു അൺവാണ്ടഡ് എലമെന്റും അല്ല. അതാണ് ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി, പ്രത്യേകത. അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു സന്തോഷ് നാരായണൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ, പുള്ളിക്കാരൻ ഒരു അണ്ടർ റേറ്റഡ് മ്യൂസിക് ഡയറക്ടറാണ്. സീരിയസ്ലി ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്ന മ്യൂസിക്കുകളുടെ ഒരു ടോൺ, അല്ലെങ്കിൽ ഈ മ്യൂസിക് കണക്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അമ്മോ, എന്തൊരു മനുഷ്യനാണോ അയാൾ! ഒന്നും പറയാനില്ല. സന്തോഷ് നാരായണൻ ഒരു ഒരു ജെമ്മാണ് ആ മനുഷ്യൻ കേട്ടോ. ഇത്ര കിടിലമായിട്ട് ആ മ്യൂസിക്കിലൂടെ തന്നെ ഓഡിയൻസിനെ കണക്ട് ചെയ്യിപ്പിക്കുക, ആ മ്യൂസിക്കിലൂടെ തന്നെ നമ്മളെ ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കൊണ്ടുപോവുക, അതിന് യൂസ് ചെയ്തിരിക്കുന്ന ഓരോ രീതികളാണെങ്കിലും എല്ലാം ടോട്ടലി മാരി സെൽവരാജ് വേറെ ലെവൽ, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് 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 ഈ സിനിമ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിന് ഏറ്റവും അവസാനം ഒരു ട്രിബ്യൂട്ടായിട്ട് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കണ്ണ് അറിയാതെ നിറഞ്ഞില്ലെങ്കിൽ എവിടേക്കോ തരുന്ന പെയിൻ ഭയങ്കരമാണ്. സോ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അത്രയ്ക്ക് അത്രയ്ക്ക് ടോപ്പ് നോച്ച് ഐറ്റമാണ്. ഞാനിതിങ്ങനെ വെറുതെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഓരോന്നിനെ കുറിച്ചും ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊക്കിയടിക്കുമല്ല. അത് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആ തിയേറ്ററിൽ നമുക്ക് കിട്ടിയ ഓരോന്നും ബോണസ് തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. സോ നിങ്ങൾ ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഒരു മാരി സെൽവരാജ് സിനിമകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഒരു ഐഡിയയും സെറ്റപ്പും ഒക്കെ നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ സിനിമയും നിങ്ങളെ അതിനേക്കാൾ ഉപരി വണ്ടടിപ്പിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മാസ്റ്റർ പീസ് ഐറ്റമാണ്. എനിക്കിത് എത്ര പറഞ്ഞാലും മതി വരാത്ത തരത്തിലോട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഒരു ഫീൽ എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പറയുന്ന വാഴ എന്ന് പറയുന്ന ഒരു സിനിമ. സോ ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4.5 ഔട്ട് ഓഫ് 5. സോ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. സോ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം കേട്ടോ. അതിൽ കൂടുതലൊന്നുമില്ല. അത്രയ്ക്ക് കിടിലമാണ്. ഇനി ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിപ്പോ. സോ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും